വിശാഖം നക്ഷത്രം. ലക്ഷ്യത്തിലേക്ക് കണ്ണും നട്ട് എത്ര വലിയ പ്രതിസന്ധി വന്നാലും തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു പോരാളിയാണോ നിങ്ങൾ? എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും അവസാന നിമിഷം അംഗീകാരങ്ങൾ മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് കണ്ട് നിശബ്ദനായി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? തുലാക്കൂറിലും വൃശ്ചികക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം അനുഭവം നിങ്ങളെ ഒരുപാട് വേട്ടയാടിയിട്ടുണ്ടാവാം. എന്നാൽ കേട്ടോളൂ, ചിങ്ങം ഒന്നോടെ പിറക്കുന്ന 1202 കൊല്ലവർഷം നിങ്ങൾക്ക് വെറും ഒരു സാധാരണ വർഷമല്ല. ഇത്രയും കാലം നിങ്ങളെ തളർത്തിയിട്ട തടസ്സങ്ങളെയെല്ലാം തച്ചുടച്ച് നിങ്ങളുടെ യഥാർത്ഥ കഴിവ് ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ പോകുന്ന സുവർണ കാലഘട്ടമാണിത്. എന്നാൽ ഈ വലിയ വിജയങ്ങൾക്കിടയിലും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില വലിയ മാറ്റങ്ങളും കാത്തുസൂക്ഷിക്കേണ്ട ചില ജാഗ്രതകളും ഉണ്ടാകും. എന്തൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് 1202 സംഭവിക്കാൻ പോകുന്നത്? സാമ്പത്തികം, ജോലി, കുടുംബം, ആരോഗ്യം പൂർണ്ണമായ വിവരങ്ങൾ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ അവസാന നിമിഷം വരെ കാണുക. ദേവഗുരുവായ വ്യാഴമധിപനായ വിശാഖം നക്ഷത്രക്കാർ പൊതുവെ വലിയ ലക്ഷ്യബോധമുള്ളവരും ആത്മവിശ്വാസമുള്ളവരും ഏത് തടസ്സങ്ങളെയും അതിജീവിച്ച് വിജയം കൊയ്യുന്നവരുമാണ്. 1202 കൊല്ലവർഷത്തിലേക്ക് കാൽവെക്കുമ്പോൾ ഗ്രഹങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് വലിയ ഊർജവും മുന്നേറ്റവുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് തുലാക്കൂറിൽ വരുന്ന വിശാഖം ആദ്യ 3 പാദക്കാർ സാമ്പത്തിക വളർച്ചയും കുടുംബത്തിൽ സമാധാനവും ലഭിക്കും. വൃശ്ചികക്കൂറിൽ വരുന്ന 4 പാദക്കാർക്ക് കഠിനാധ്വാനത്തിന് തക്കതായ അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കുന്ന സമയമാണിത്. തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സ്വയം തുറക്കപ്പെടും. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചുനിന്ന് പ്രവർത്തിച്ചാൽ ഈ വർഷം നിങ്ങൾക്ക് വൻ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കരിയറിനെയും തൊഴിലിനെയും ഈ 1202 എങ്ങനെ ബാധിക്കും? നിങ്ങൾ ഒരു പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്ന ആളാണോ? എങ്കിൽ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ മികച്ച അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെല്ലാം മാറി വിസയും അനുബന്ധ രേഖകളും ശരിയാക്കാൻ അത്യന്തം അനുകൂലമായ സമയമാണിത്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും വലിയ സാധ്യതയുണ്ട്. നിങ്ങളുടെ അധ്വാനത്തിന് അർഹിച്ച അംഗീകാരം മേലധികാരികളിൽ നിന്ന് ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും. റിയൽ എസ്റ്റേറ്റ്, അധ്യാപനം, നിയമം, ആത്മീയ രംഗം, ബാങ്കിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം സാമ്പത്തികമായി മികച്ച കുതിച്ചുചാട്ടം ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ 1202 വിശാഖം നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസവും സുരക്ഷിതത്വവും നൽകുന്ന വർഷമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളെ വലച്ചിരുന്ന കടബാധ്യതകൾ വീട്ടി തീർക്കാൻ ഈ വർഷം സാധിക്കും. അപ്രതീക്ഷിത ഉറവിടങ്ങളിൽ നിന്ന് ധനാഗമനം ഉണ്ടാകും. പഴയ വസ്തുവകകളോ വീടോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ലാഭം ലഭിക്കും. പുതിയ വീട് വയ്ക്കാനോ ഭൂമി വാങ്ങാനോ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നം ഈ കൊല്ലവർഷത്തിൽ സാക്ഷാത്കരിക്കപ്പെടും. പക്ഷേ സാമ്പത്തിക രംഗത്ത് ഒരു മുന്നറിയിപ്പ്: കയ്യിൽ പണം വരുമ്പോൾ ആവേശത്തിന്റെ പുറത്ത് വ്യക്തതയില്ലാത്ത കാര്യങ്ങളിൽ വലിയ തുക നിക്ഷേപിക്കരുത്. മറ്റുള്ളവർക്ക് ഈട് നിൽക്കുന്നതും കടം കൊടുക്കുന്നതും ശ്രദ്ധിച്ചു വേണം. അനാവശ്യമായ ധൂർത്തൊഴിവാക്കിയാൽ ഈ വർഷം വലിയൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയും. കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും ഈ വർഷം വിശാഖം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും? കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും. ദീർഘകാലങ്ങളായി നീണ്ടുപോയ വിവാഹാലോചന ഉറപ്പാവുകയും ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ ലഭിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹവും വിശ്വസ്തതയും വർദ്ധിക്കും. സന്താനങ്ങളുടെ വളർച്ചയിലും അവരുടെ നേട്ടങ്ങളിലും നിങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കും. എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ജാഗ്രത വേണം. വ്യാഴത്തിന്റെ നക്ഷത്രമായതിനാൽ ശരീരഭാരം കൂടുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ, കരൾ അല്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം എന്നിവ നിങ്ങളെ അലട്ടിയേക്കാം. കൃത്യമായ ഭക്ഷണ രീതിയും ദിവസേനയുള്ള വ്യായാമവും ജീവിതശൈലിയുടെ ഭാഗമാക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ തടയാൻ സഹായിക്കും. 1202 വരാവുന്ന ചെറിയ തടസ്സങ്ങളെ അതിജീവിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിയാക്കാൻ വിശാഖം നക്ഷത്രക്കാർ ചില ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാണ്. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെയോ ദക്ഷിണാമൂർത്തിയെയോ ഭജിക്കുന്നത് വളരെ വിശേഷമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നതും പ്രസാദം കഴിക്കുന്നതും ദോഷങ്ങൾ അകറ്റും. കൂടാതെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ കേൾക്കുന്നതോ നിങ്ങൾക്ക് ആത്മീയമായ ഊർജവും വിജയവും നൽകും. സാധുക്കളായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ, ലക്ഷ്യബോധത്തോടെ മുന്നേറിയാൽ 1202 കൊല്ലവർഷം വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന സുവർണ വർഷമായി മാറും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട വിശാഖം നക്ഷത്രക്കാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിശാഖം നക്ഷത്രക്കാർക്കും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.